C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇത് വെറും വിരട്ടല്ലേ? നിങ്ങൾ രണ്ടാള് ഇടവും വലവും ഉണ്ടായ മാത്രം മതി. ഇവന്മാരുടെ കഴപ്പങ്ങ് തീർത്തു കൊടുക്കാം ഇപ്പൊ തന്നെ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അവനെ, ആ ബാലചന്ദ്രനെ അവനെ ഇങ്ങ് തന്നേക്ക്, എന്നിട്ട് നിങ്ങളെ വിട്ടോ. ഞങ്ങളുടെ രണ്ടാളുടെ ശവത്തെ ചവിട്ടിയാൽ നിനക്കൊക്കെ ബാലേന്ദ്രനെ തൊടാൻ പറ്റും. ശരി, എന്നാ പിന്നെ നിന്നെയൊക്കെ ശവമാക്കാൻ ഒരു ആരാചാരെ പള്ളിമുക്കിന്ന് ഇറക്കിയിട്ടുണ്ട്. വിളിക്കാം ഞങ്ങള്. ജസ്റ്റിൻ ബ്രോ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ബാലേന്ദ്ര, ഞാൻ നോക്കിയിട്ട് നീ തന്നെ ഡീൽ ചെയ്യുന്നതാ നല്ലത്. അതെ, അത് തന്നെയാണ് എന്റെ അഭിപ്രായം. എനിക്കാണെങ്കിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ബാലേന്ദ്ര, വണ്ടി ഞങ്ങൾ കൊണ്ടുപോകണേ. പാടാ. അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം. എടാ അത് പിന്നെ അങ്ങോട്ട് പോ. എവിടെയാണ് നിന്റെ കല്യാണ ചെറുക്കൻ? ഇതുവരെ കണ്ടില്ലല്ലോ. ഇത് കേട്ടാ തോന്നും അവൻ എന്റെ മടിക്കുത്തിലായിരിക്കുന്നെന്ന്. അവൻ സമയത്തിന് വന്നോളൂ, അല്ലാതെ ഞാനിപ്പോ എന്ത് ചെയ്യാന്? നിനക്ക് അവനെയും കൂട്ടി ഇങ്ങ് പോന്നാ പോരായിരുന്നു. അവൻ ആളാറു പഴയ കുളത്തിൽ മുങ്ങിയ കിണറ്റി പൊന്തുന്ന സാധനം. മറ്റുള്ളവരുടെ മുന്നിൽ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. മതി, മറ്റുള്ളവരെ കേൾപ്പിക്കണ്ട. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. എന്നാ വിളിക്കാം. ഹലോ, ഏത് വേറിലടാ റാസ്കൽ നീ ഇപ്പൊ? ചേച്ചി, ഞാൻ ദേ കൂട്ടുകാരുടെ കൂടെ വരുന്നു പറഞ്ഞപ്പോ തന്നെ ഞാൻ കരുതിയതാ കുടിച്ചു കൂത്താടാൻ വേണ്ടിട്ടാണെന്ന്. മിനിമം താലി കിട്ടുന്നവരെയെങ്കിലും കുറച്ച് മാന്യമായിട്ട് നടക്കാൻ പറഞ്ഞ കേക്കില്ലല്ലേ നീ? ചേച്ചി എന്നൊന്ന് പറയാൻ സമ്മതിക്ക്. നീ ഒന്നും പറയണ്ട. ഇപ്പൊ ഈ നിമിഷം നീ ഇവിടെ ഉണ്ടാവണം. മുഹൂർത്തത്തിന് ഇനി മിനിറ്റുകളെ ബാക്കിയുള്ളൂ. അയ്യോ, അതിന് എന്റെ കയ്യിൽ വണ്ടിയും വള്ളമൊന്നും ഇല്ല ചേച്ചി. നിന്റെ ഏതോ ഫ്രണ്ട് വണ്ടിയായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് അവനൊക്കെ വന്ന വഴിക്ക് ഓടിപ്പോയി. ഓടിപ്പോയോ? ആ, ഫ്രണ്ട്സ് വണ്ടിയുമായിട്ട് വന്നു. ഞങ്ങൾ കറക്റ്റ് സമയത്ത് അമ്പലത്തിലേക്ക് പുറപ്പെട്ടതുവാ. പക്ഷെ അതിനിടയിൽ 2-3 പേര് വന്ന് വണ്ടി തടഞ്ഞ് എന്നെ ഇടിച്ചും ആടിച്ചും റൊട്ടിയാക്കി. കൂട്ടുകാരന്മാര് വണ്ടിയുമായിട്ട് കടന്നുകളയും ചെയ്തപ്പോ എന്റെ ദൈവമേ, അടിച്ചെന്നോ? ആര്? ആ വിഷ്ണുവിന്റെ കൂട്ടുകാര് തന്നെ. ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടണേ, എനിക്ക് നല്ല പ്രൊട്ടക്ഷൻ വേണമെന്നും ഞാൻ നേരത്തെ അളിയനോട് പറഞ്ഞതാ. വിഷ്ണുവിന്റെ കൂട്ടുകാരാണെന്ന് തീർച്ചയാണോ? ആ, ശരിക്കും ഗുണ്ടകളാച്ചവന്മാര്. ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയപ്പോഴേ എന്റെ കണ്ണി കൂടെ ചേടാ, ഈ വരനെ കണ്ടില്ലല്ലോ.
ഇതിപ്പോ മുഹൂർത്തം തെറ്റുന്ന ലക്ഷണമാണല്ലോ. എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഇല്ലേ? മോളെ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വെറുതെ അല്ലെന്നറിയാം. ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല. നീ നിന്റെ ഈ കടുംപിടുത്ത് അവസാനിപ്പിച്ച അമ്മ എവിടെയെങ്കിലും പോയിരിക്കെ. ആവശ്യമില്ലാത്തൊന്ന് ആലോചിച്ച് വെറുതെ പ്രഷർ കയറ്റണ്ട. പ്രഷർ കയറാൻ പോകുന്നത് ഇനിയാ. കഥകളിൽ പോലും കേട്ടിട്ടില്ല ഇങ്ങനൊരു ബന്ധം. എന്റെ മുൻ ഭർത്താവിന്റെ 2ാം ഭാര്യയുടെ സഹോദരന് ഞാൻ എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? അങ്ങനെ പ്ലീസ്, ഈ വിവാഹത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും സെന്റിമെന്റ്സും കരച്ചിലും പിഴിച്ചിലും എല്ലാം കുറെ നടത്തിയിട്ടാ നമ്മളിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്റെ മനസ്സിപ്പോ ഒരു കരിങ്കല്ല. ആരുടെയും കണ്ണീരൊപ്പ് വീണാലൊന്നും അത് അലിയുകയും പിളരുകയും ചെയ്യില്ല. ദയവ് ചെയ്ത് അതിനൊന്നും ശ്രമിക്കരുതെന്നേ പറയാനുള്ളൂ. പ്ലീസ്. ഏയ്, വരണവിടെയാ? മുഹൂർത്തത്തിന് സമയമായല്ലോ. ഈ കല്യാണവും നടക്കുന്ന ലക്ഷണമില്ല. വെറുതെ നാവിടുത്ത് വളയ്ക്കാതെ അമ്മാവാ. ഇതൊരു ക്ഷേത്ര സന്നിധിയാ. എല്ലാം ശുഭമായിട്ട് നടക്കാൻ വേണം പ്രാർത്ഥിക്കാൻ. നമ്മള് പ്രാർത്ഥിച്ചിട്ട് എന്താടാ? കണ്ടില്ലേ, കല്യാണച്ചക്കന്റെ ചേച്ചി അളിയനും ഒക്കെ മുങ്ങിക്കളഞ്ഞു. അവർക്ക് മനസ്സിലായി കല്യാണച്ചക്കൻ വരാൻ പോകുന്നില്ലെന്ന്. ഈ കല്യാണം നടക്കില്ലെന്ന് ഉറപ്പാ. അവളുടെ തലയിൽ വേറെന്തോ ആവും വരച്ചിട്ടുള്ളത്. കല്യാണ ചെറുക്കനെവിടെ? ആരാ? എന്താ ഒന്നും പറയാത്തേ? ചെറുക്കൻ ഇവിടെ ഉണ്ട്. എന്റെ അമ്മ, ഞാൻ പറയുന്ന എന്തോന്ന് അമ്മേ? ചേരി പോലും നടക്കാത്ത സംഭവങ്ങൾ നടക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. ചേച്ചിയുടെ ജീവിതം നശിക്കുമെന്ന് പറഞ്ഞ് ശാലിനി വന്ന് കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടാ ഞങ്ങൾ സമ്മതിച്ചത്. ഒപ്പം ആ പോയവനെ ഞങ്ങൾക്ക് തന്നൊരു വാക്കുണ്ടായിരുന്നു. അവന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന്. ഓർമ്മ കാണും നിനക്കതൊക്കെ. വാക്കെന്ന് പറയുന്നതേ പാലിക്കാനുള്ളത്. വാക്ക് വ്യത്യാസം ഉണ്ടായ സ്ഥിതിക്ക് ഷാരിക്കയുടെയും രാജീവിന്റെയും കാര്യത്തില് ഒന്നുകൂടി ആലോചിച്ചേ പറ്റൂ. ഏതെങ്കിലും ഗുണ്ടയുടെ പിച്ചാത്തിപ്പിടി കയറ്റാനല്ല ഞാൻ എന്റെ മോനെ വളർത്തി വലുതാക്കിയത്. എന്തിനാ ചീന അടിച്ചത്? എല്ലാരുടെ കയ്യും തല്ലി വാങ്ങിക്കൂട്ട ഞാനൊന്ന് ചെണ്ടയാണോ? ഈശ്വര, ഞാനൊന്ന് ആരെയാണോ കാണിക്കേണ്ടത്? അതെ, ഇവരുടെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല. വിജയലക്ഷ്മി, ഉള്ളത് പറയുമ്പോ പൊള്ളിയിട്ട് കാര്യമില്ലല്ലോ ശാരദാമേ. ഇനി ആര് വരുമെന്നാ ഇവളെ കെട്ടാൻ? ഇനി അഥവാ ആരെങ്കിലും വന്നാ തന്നെ ആ ഗുണ്ട സമ്മതിക്കാൻ പോകുന്നില്ല. എന്ത് കാണാൻ നിൽക്കുക എല്ലാരും? നടക്കാത്ത കല്യാണത്തിന്റെ പരിപ്പും പായസം ഉണ്ണാനോ? കഷ്ടം തന്നെ. നീ വാടാ ഇങ്ങോട്ട്. വെറുതെ സമയം മെനക്കെടുത്താണ്. നിക്ക്. എന്റെ കല്യാണം നടക്കും, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ. ആരും പിരിഞ്ഞു പോകരുത്. ഞാൻ എന്ത് പറയണമെന്ന് ഇയാളീ പറയുന്നേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇയാളീ പറയുന്നേ? ഇനി അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമായിരിക്കും. മറ്റാരും എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലല്ലോ നിങ്ങള്. അതെ, ഇപ്പൊ വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു.
ഇതോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറയാ. നിങ്ങൾ തന്നെ ജയിച്ചു. ഇനി നിങ്ങളുടെ ആഗ്രഹം വേണം സാധിക്കാൻ. വാ. കെട്ടുതാലി. എടാ, ആരും നിന്നെ കൊല്ലുകയില്ല, തിന്നുകയില്ല. മര്യാദയ്ക്ക് വന്നോ. മുഹൂർത്തത്തിന് മുമ്പ് നമുക്ക് ആ ചടങ്ങ് നടത്തിയേ പറ്റൂ. അയ്യോ വേണ്ട, താലി കെട്ടാനാണെങ്കിൽ ഞാൻ ഇല്ല അങ്ങോട്ട്. സത്യമായിട്ട് പേടിച്ചിട്ടാ ചേച്ചി. പേടി നിന്റെ. നീ ഇപ്പൊ വന്ന് അവളെ കെട്ടിയില്ലെങ്കിൽ ഞാനായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്നത്. ചേച്ചി സത്യമായിട്ടും പറഞ്ഞതാ. കാര്യങ്ങൾ ഇവിടം വരെ ഒരു വിധത്തിലൊന്ന് ഒപ്പിച്ച് കൂട്ടിക്കഴിഞ്ഞപ്പോ പഠിക്കൽ കൊണ്ടുവന്ന് കല ഉടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ അമ്പല നടയിലിട്ട് തന്നെ നിന്നെ ചവിട്ടി കൊല്ലും ഞാൻ. ചേച്ചി സീരിയസായിട്ട് പറഞ്ഞാണോ? രാജേശ്വരി പറഞ്ഞ പോലെ ചെയ്യുമെന്ന് എനക്കറിയാലോ. സത്യം. കെട്ട്. ഇയാളോട് എന്നെ താലി കെട്ടാനാ പറഞ്ഞത്. ശാലിനി, താൻ എന്താ ചെയ്യുന്നതെന്ന്? നല്ല ബോധമുണ്ട് സർ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നുള്ളതൊന്നും ഇവിടെ കാര്യമല്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നടക്കാൻ ഞാൻ ചെയ്തു തരുന്ന ഒരു സൗജന്യം. എന്നോട് നിങ്ങൾ ചെയ്ത പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം. അതിനാണ് ഈ കല്യാണം. അത് നടന്നേ പറ്റൂ. ഭയങ്കര തിരക്കിലാണല്ലോ. ഉഴപ്പാൻ പറ്റുമോ? എന്റെ ഒരേ ഒരു അളിയന്റെ ഒരേ ഒരു കല്യാണം അല്ലേ? അല്ല, നീ സത്യഭാമയുടെ തടവിന്ന് പുറത്ത് കടന്നോ? അതോ പിന്നാലെ വരും ആള് നമ്മൾ തമ്മിൽ മിണ്ടരുതെന്ന് പറയാൻ? ഏയ്, രണ്ടമ്മമാരുടെ പെർമിഷനോടെ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കാനുള്ള അവസരം വല്ലപ്പോഴല്ലേ കിട്ടൂ. ഹാപ്പി ഡേയ്സ് ഹിയർ അഗൈൻ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ആയാ മതി. എനിക്ക് തോന്നുന്നത് ഈ ഒരു കല്യാണത്തോടെ നമ്മുടെ റൂട്ട് ക്ലിയർ ആവുമെന്നാ. അതെ, ക്ലിയർ ആയേ പറ്റൂ, അല്ലെങ്കിൽ പെട്ടുപോകും നമ്മള്. വരനെ വിളിച്ചോളൂ. അതൊക്കെ ശരിയാവുന്നേ. മോൻ എത്താറായില്ലേ സത്യാമ്മേ? മുഹൂർത്താകാറായി. അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് വരാൻ ഇത്ര നേരം? ഇവനിത് എവിടെ പോയി? ശരി, അങ്ങോട്ട് പോയി നോക്കിയാ. ബാമേ, വിഷ്ണു വന്നില്ലല്ലോ. അവനെത്തും, ടെൻഷൻ വേണ്ട. ടെൻഷനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മോളെ വിളിച്ചിറക്കി ബന്ധുക്കളുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കട്ടെ. പിന്നെന്താ, ധൈര്യമായിട്ട് വിളിച്ചോ. എന്റെ മരുമോൾ ആരാണെന്ന് കാണട്ടെ നാട്ടുകാരെല്ലാം. ശരി, ഇത്ര പ്രശ്നമാണെങ്കിൽ വേണ്ട, നിർബന്ധിക്കുന്നില്ല ഞാൻ. ചതിയാ നീ കാണിച്ചത്, കൊടും ചതി. ചതിച്ചതേ ഞാനല്ല, ദേ നിങ്ങളുടെ ആ നിൽക്കുന്ന അനിയനാ. താലി താഴെയിട്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയത് അയാളാ. അയാളോട് പറഞ്ഞാ മതി ഇത് ചതിയായി പോയെന്ന്. എന്ന് കരുതി മിനിറ്റിനകത്ത് വേറെ വരനെ കണ്ടെത്തോ നീ? ഇവനെയും കൊണ്ട് തിരിച്ചു വന്നല്ലോ ഞങ്ങള്. അത് ഗണിച്ചറിയാനേ എനിക്ക് ജോൽസി ഒന്നും വശമില്ല. പിന്നെ
വരൻ ആരായാലും എനിക്കിപ്പൊ കല്യാണം നടക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബാലചന്ദ്രനെ വിവാഹം കഴിക്കാമെങ്കിൽ ഈ ലോകത്ത് ആരെയും വിവാഹം കഴിക്കാന്നർത്ഥം. ദേ ആ നിൽക്കുന്ന ഭിക്ഷക്കാരനെ വരെ. ശാരദേ, ഇത് ചെയ്ത നിന്റെ മകളും ഇതിനെല്ലാം കൂട്ടുനിന്ന നീയും നിന്റെ മക്കളും അനുഭവിക്കും. അല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഈ ഗോപാലകൃഷ്ണൻ. ഓ, അച്ഛന്റെ അനുഗ്രഹത്തിന് നന്ദി. ഇനി സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇവിടത്തെ കല്യാണ നാടകമൊക്കെ കഴിഞ്ഞു. നീ വാടാ, നാണം കെട്ട വർഗം. വിജയാന്റി, എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ശാരികേച്ചിക്ക് മുമ്പേ എന്റെ വിവാഹം നടന്നു. ഇനി രാജീവ് സാറും ശാരികേച്ചിയായിട്ടുള്ള വിവാഹം അത് നടക്കണം. അതാണ് നിങ്ങൾ എനിക്ക് നൽകിയിരുന്ന വാക്ക്. വാക്കോ? എന്ത് വാക്ക്? അത് ശാലിനി ഒരു വിവാഹം കഴിച്ച് കുടുംബത്തിനുണ്ടായ ചീത്തപ്പേര് മാറ്റണമെന്നായിരുന്നു വിജയലക്ഷ്മി വെച്ച ഉപാധി. അതുകൊണ്ടാ IAS എന്ന സ്വപ്നം പോലും ഇവള് വേണ്ടെന്ന് വെച്ചതും ഉടനെ ഈ കല്യാണത്തിന് തയ്യാറായതും. എന്താ അമ്മ ഇതൊക്കെ? ഞാൻ അറിഞ്ഞല്ലോ ഈ വാക്കും കോപ്പൊന്നും. ശബ്ദമുയർത്തണ്ട രാജീവ് സർ. വിജയാന്റി കാണിച്ചത് ഒരു അമ്മയുടെ സ്വാർത്ഥതയാ. കുറ്റം പറയില്ല ഞാൻ. ഞാൻ കാണിച്ചത് എന്റെ സ്വാർത്ഥത. ശാരികേച്ചിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയാണെന്ന് മാത്രം. പിന്നെ IAS അതൊക്കെ വിധിയുണ്ടെങ്കിൽ കിട്ടും. അമ്മയും അച്ഛനും എന്നോട് ക്ഷമിക്കണം. എന്റെ വിവാഹം കഴിഞ്ഞു. ഇതാണ് ഞാൻ താലികെട്ടിയ പെൺകുട്ടി, ശാലിനി. കുടുംബശ്രീ ശാരദയുടെ രണ്ടാമത്തെ മകൾ. അപ്പൊ പിന്നെ ഈ നിൽക്കുന്ന ആരാടാ? ഇവളെന്തിനാ ഈ വേഷം കിട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്? ആൾക്കാരെ വിളിച്ചുകൂട്ടി പുലികളി നടത്താനാണോ? നിശ്ചയം കഴിഞ്ഞ് വിവാഹമെന്ന് തീരുമാനിച്ചപ്പോ അത് വേണ്ട, ഉടൻ കല്യാണം വേണമെന്ന് ശടിച്ചത് ആരായിരുന്നു? നീ ഒരാള് പറഞ്ഞിട്ട്. അതപ്പോ സത്യഭാമയെ കോമാളിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ? അയ്യോ, കഥ മുഴുവൻ മനസ്സിലാക്കാതെ സംസാരിക്കില്ലേ സത്യഭാമേ? ഇതില് കുറ്റം നിങ്ങളുടെ മകന്റെ പക്ഷത്തല്ല, മറ്റൊരാൾക്കാ. ഈ കല്യാണ പെണ്ണിന് തന്നെ. ഇവിടെ പറയാൻ പാടില്ലാത്തതാ, എങ്കിലും എന്റെ മനസ്സനുവദിക്കുന്നില്ല. വിഷ്ണുവേട്ടൻ ഒരു പെറ്റ് ഡോഗിനെ പോലെ എപ്പോഴും മടിയിൽ വെച്ച് ഓമനിക്കുന്ന ഒരു താജ്മഹൽ ശില്പമുണ്ട് വീട്ടിൽ. അത് ആര് കൊടുത്തതാന്ന് ചോദിക്കാണ്ടി. നിത്യപ്രണയത്തിന്റെ സ്മാരകം പോലെ അത് ഇവള് വിഷ്ണുവേട്ടന് സമ്മാനിച്ചത് മാസങ്ങൾക്ക് മുമ്പാ. എന്നിട്ടാ ഇവള് പറയുന്നത് വിഷ്ണുവേട്ടൻ സത്യഭാമയുടെ മകനാണെന്ന് അറിയില്ല, പ്രേമമില്ല എന്നൊക്കെ. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചല്ല ആ ശില്പം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്.
വെറും പരിചയത്തിന്റെ പേരില. ഓഹോ, അത് ശരി. അപ്പോ വെറും പരിചയം കൊണ്ടായിരിക്കും നീ വിഷ്ണുവേട്ടനൊപ്പം നാഗർകോവിലേക്ക് ട്രിപ്പ് പോയതും ഒരു രാത്രി ഒരുമിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ തങ്ങിയതും. മതി, ഇവിടെ ഈ വിഴുപ്പലക്കലും വെളുപ്പിക്കലും. എനിക്ക് എന്റെ മോന്റെ വായിൽ നിന്ന് വേണം സത്യം മനസ്സിലാക്കാൻ. വിഷ്ണു, നീ പറ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോന്ന്? സത്യമാണോ അല്ലയോ? അത്രയും അറിഞ്ഞാ മതി എനിക്ക്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ കൈ നിന്റെ മുഖത്ത് വീഴാൻ ഇടയാക്കരുത്. അതെ അമ്മേ, സത്യമാണ്. ഭാമേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വേണ്ടത് നീ ഈ പെൺകുട്ടിയെ അനുഗ്രഹിച്ച് സ്വീകരിക്കുകയാണ്. രാഘവേട്ട, ഞാൻ സരളയോടും ഈ കുട്ടിയോട് എന്ത് സമാധാനം പറയും? എന്റെ വാക്ക് നൽകി നീയല്ലേ ഭാമേ, അതിന് ഈ കുട്ടി എന്ത് പിടിച്ചു? ഞാൻ പറയുന്ന കേൾക്ക്. അവളെ നമ്മളിപ്പം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അതാ ഇപ്പൊ ചെയ്യാനുള്ളത്. മോളെ, മോളെ അവിടെ നിൽക്ക. അമ്മ പറയട്ടെ. മോളെ, പ്രീതി, നീ വാ. പിള്ളച്ചേട്ടാ, ശാലിനി, വാ. ശാലിനി, ദൈവങ്ങളെ, ശാരദയോ മക്കളോ പണം മോഹിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ആരുടെ കയ്യിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാനും ശ്രമിച്ചിട്ടില്ല. എന്നിട്ടും ഞാനും ശാലിനിയും ഇന്ന് കേട്ട ശാപവാക്കുകൾ മരിച്ചാലും മറക്കാൻ പറ്റാത്തതാ. ശാരികയുടെ വിവാഹം നടക്കണമെന്ന് ഒറ്റ ലക്ഷ്യം മാത്രമേ ശാലിനിക്കുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ സത്യഭാമയുടെ സ്വത്ത് മോഹിച്ചിട്ടല്ല താൻ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന ഒരാളെ അവളെ വിവാഹം കഴിച്ചത്. അവളോട് ഏറ്റവും ദേഷ്യവും പകയും ഉള്ളി സൂക്ഷിക്കുന്ന സത്യഭാമയുടെ വീട്ടിലേക്കാണ് ഈ യാത്ര.
നിങ്ങൾ വേണം ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ. ദൈവങ്ങളെ കാത്തു രക്ഷിച്ചോണേ. ശാലിനി, തുടരുതന്നെ. ദൈവമേ, എന്നോട് എന്തിനാ ഈ പരീക്ഷണങ്ങൾ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സന്ദർഭങ്ങൾ ഇനിയും ഇതുപോലെ ഒരുപാട് വരും. സഹിക്കാനും ക്ഷമിക്കാനും ശക്തി തരണേ. വാ ശാലിനി, ഇനി അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങിട്ട് വരാം. ഏട്ടനും വാ. നന്നായി വരട്ടെ. നെടുമാംഗല്യവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും എല്ലാം നൽകി ജഗദീശനെ അനുഗ്രഹിക്കട്ടെ. ഭാമേ, സത്യഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, അതിന് മാറ്റം ഉണ്ടാവില്ല, എന്റെ മരണം വരെ. പൊന്നി, ഇവിടെയെല്ലാം അടിച്ചു തുടച്ച് കഴുകി വൃത്തിയാക്കി ഇടണം. പുറത്തെ അഴുക്ക് മുഴുവൻ വീട്ടിൽ വന്ന് കയറിയിരിക്കുക. ഏയ്, അതൊന്നും സാരമാക്കണ്ട. പെട്ടെന്നുണ്ടായ സംഭവങ്ങളൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇത് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.